നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ആശയം ഇല്ലസ്ട്രേഷൻ അഥവാ ചിത്രീകരണം എന്താണ് എന്നതാണ്. നമുക്കറിയാം, മലയാള പ്രസിദ്ധീകരണങ്ങളിലെ നമ്മുടെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങളിലെ കഥകൾക്കും കവിതകൾക്കും ലേഖനങ്ങൾക്കുമൊക്കെ അവയുടെ വായനാനുഭവം, അതിൻ്റെ ആസ്വാദ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിലൊക്കെ അതിൻ്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ വരച്ചു ചേർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ചിത്രങ്ങളെയാണ് പൊതുവെ ഇല്ലസ്ട്രേഷൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ പുസ്തക വായനയെ ഒരു മികച്ച വായനാനുഭവമാക്കി മാറ്റുന്നതിൽ ഈ ചിത്രങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. മിക്കവാറും പ്രസിദ്ധീകരണശാലകൾക്കെല്ലാം അവരുടേതായ ഇല്ലസ്ട്രേഷൻ ചെയ്യുന്ന ചിത്രകാരന്മാർ ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ചിത്രീകരണം നടത്തുന്നതിന് പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ചിത്രകാരന്മാരും ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം, മലയാളത്തിൽ വരയ്ക്കുന്നവരിൽ വളരെ പ്രശസ്തരായ ഒട്ടേറെ ഇല്ലസ്ട്രേറ്റേഴ്സ് ഉണ്ട്. AS നായർ, MB ദേവൻ, നമ്പൂതിരി, CN കരുണാകരൻ, ചന്ദ്രശേഖരൻ, ഭാസ്കരൻ, മാതൃഭൂമി പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ മികച്ച ചിത്രങ്ങൾ വരയ്ക്കുന്ന ഷെറീഫ്, ടോം ജെ വട്ടക്കുഴി, ഭാഗ്യനാഥ് ചന്ദ്രോത്ത് തുടങ്ങി ഒട്ടേറെ ചിത്രകാരന്മാർ ഈ മേഖലയിലുണ്ട്. ഇവരുടെ ചിത്രങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാവും, ഓരോ ചിത്രകാരന്മാരും വരയ്ക്കുന്നത് ഓരോ ശൈലിയിലാണ്. ഓരോ ചിത്രകാരനും അവരുടെ സ്വന്തമായ ശൈലിയുണ്ട്. എന്ന് പറഞ്ഞാൽ, ഒരു ചിത്രം കണ്ടാൽ ആ ചിത്രത്തിനടിയിൽ ചിത്രകാരൻ്റെ പേര് ഇല്ലെങ്കിൽ പോലും അതാരാണ് വരച്ചത് എന്ന് പൊതുവെ നമുക്ക് തിരിച്ചറിയാനാവും. അത് ആ ചിത്രകാരന്മാരുടെ രീതിയുടെ പ്രത്യേകതയാണ്, അവരുടെ ശൈലിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഓരോ ചിത്രകാരന്മാർക്കും അവരവരുടേതായ ശൈലിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചിത്രങ്ങളിലൂടെ ആ ചിത്രകാരന്മാരെ നമുക്ക് തിരിച്ചറിയാനാവുകയും ചെയ്യും. മറ്റൊന്ന്, അവരുപയോഗിക്കുന്ന മാധ്യമമാണ്. മുൻകാലങ്ങളിൽ പേന ഉപയോഗിച്ചാണ് ഇല്ലസ്ട്രേഷൻസ് ചെയ്തിരുന്നത്. നമ്പൂതിരി അടക്കമുള്ള മുതിർന്ന ചിത്രകാരന്മാരെല്ലാം പേന ഉപയോഗിച്ച് രേഖകൾ വരച്ചിട്ടാണ്, രേഖകളിലൂടെയാണ് അവർ ചിത്രങ്ങൾ രചിച്ചിരുന്നത്. അതുകൊണ്ട് അവരെ രേഖാചിത്രകാരന്മാരൊന്നും വിളിക്കാറുണ്ടായിരുന്നു. MB ദേവൻ സാർ, CN കരുണാകരൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി തുടങ്ങിയവരൊക്കെ ഇത്തരം രേഖാചിത്രങ്ങളാണ് രചിച്ചിരുന്നത്. അവരുടെ മാധ്യമം പേപ്പറും സാധാരണ പേനയുമായിരുന്നു. അന്നത്തെ കാലത്തെ പ്രിന്റിംഗ് ടെക്നോളജി അത്രയും വികസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് എടുത്ത് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരൊക്കെ വരച്ചിരുന്നത്. പക്ഷേ ആധുനിക കാലത്ത് പുതിയ പ്രിന്റിംഗ് സംവിധാനങ്ങൾക്ക് വന്നതോടുകൂടി ഇല്ലസ്ട്രേഷൻ രീതികളിൽ വ്യത്യാസമുണ്ടായി. അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച്, കളറിംഗ് ഉപയോഗിച്ച്, എണ്ണച്ചായം ഉപയോഗിച്ച്, ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ച്, അങ്ങനെ വ്യത്യസ്തമായ മീഡിയങ്ങളൊക്കെ ഈ ചിത്രകാരന്മാർ പരീക്ഷിക്കുകയും വ്യത്യസ്തമായ മാധ്യമങ്ങളിൽ അവർ ഇല്ലസ്ട്രേഷൻസ് ചെയ്യുകയൊക്കെ ചെയ്തു. വലിയ പ്രശസ്ത ചിത്രകാരന്മാരുടെ പെയിൻറ്റിങ്ങുകൾ തന്നെ ഇത്തരം ഇല്ലസ്ട്രേഷനുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കോമ്പോസിഷനുകളിൽ, അതിൻ്റെ സംയോജനത്തിൽ, കോമ്പോസിഷനിലൊക്കെ മാറ്റങ്ങൾ വന്നു. അവരുപയോഗിക്കുന്ന നിറങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഓരോ ചിത്രകാരൻ്റെയും ചിത്രങ്ങൾ, അവരുടെ ഇല്ലസ്ട്രേഷൻ അവരുടേതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അവരുടെ ശൈലിയുടെയും അവരുപയോഗിക്കുന്ന മാധ്യമത്തിൻ്റെയും അവരുടെ കോമ്പോസിഷൻ്റെയും അവരുപയോഗിക്കുന്ന നിറങ്ങളുടെയും ഒക്കെ പ്രത്യേകതകൾ വെച്ചിട്ടാണ്. അത് യഥാർത്ഥമായി ആ നോവലിലോ കഥയിലോ പറയുന്ന സാധനങ്ങളെ അതേപോലെ റിയലിസ്റ്റിക്കായി ചിത്രീകരിക്കുന്ന ചിത്രകാരന്മാരുണ്ട്. അതിനെ സ്റ്റൈലൈസ് ചെയ്ത് ചിത്രകാരന്മാരുടെ തനത് രീതിയിൽ ചെയ്യുന്ന ചിത്രകാരന്മാരുണ്ട്. ഒരുപക്ഷെ മുൻകാലങ്ങളിലൊക്കെ ഇതിൻ്റെ ആസ്വാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന, മികച്ച വായനാനുഭവം നൽകാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നൊരു കടമ മാത്രമായിരുന്നു ഇല്ലസ്ട്രേഷൻ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അവർ എന്താണോ കഥാകാരൻ, രചയിതാവ് എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതിനൊരു ദൃശ്യവൽക്കരണം, വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടത്തുക മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഇല്ലസ്ട്രേറ്റർമാർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വർത്തമാന കാലത്തിലായപ്പോൾ അത് മാറി. എന്താണോ കഥാകാരൻ അല്ലെങ്കിൽ രചയിതാവ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് വായനക്കാരനെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്ന, കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നായി ചിത്രീകരണം അഥവാ ഇല്ലസ്ട്രേഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, വ്യത്യസ്തമായ മീഡിയങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അക്രിലിക് കളർ ഉപയോഗിക്കുന്നു, വ്യത്യസ്ത പേനകൾ ഉപയോഗിക്കുന്നു, ചിലപ്പോൾ ചാർക്കോൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇവയെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തും എല്ലാ മീഡിയവും കൂടെ ഒരു ചിത്രത്തിൽ ചെയ്തും കാര്യങ്ങൾ നിർവഹിക്കാറുണ്ട്. രേഖാചിത്രകാരന്മാർ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചും ശൈലിയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. അതുപോലെ ചിത്രകാരന്മാർ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അതിൽ വിവിധ രേഖകളും വർണ്ണങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇല്ലസ്ട്രേഷൻ്റെ കാര്യത്തിൽ നമ്മളത് പറഞ്ഞതാണ്. എന്തൊക്കെയായിരിക്കും ഈ ചിത്രകാരന്മാർ ഉപയോഗിക്കുന്ന സങ്കേതങ്ങൾ? ഒന്ന് രേഖകളാണ്, ത്രിമാനത, വർണ്ണങ്ങൾ, നിഴലും വെളിച്ചവും, പ്രത്യേക മീഡിയങ്ങൾ അഥവാ മാധ്യമങ്ങൾ, അവരുപയോഗിക്കുന്ന പ്രതലം,
അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഇതൊക്കെ ഓരോരുത്തരുടെ ശൈലിയെയും ചിത്രത്തെയും രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. അതിൽ ഒന്നാമത്തേത് രേഖകൾ എന്നാണ്. എന്താണ് രേഖ? ലൈൻ. ലോക പ്രശസ്ത ചിത്രകാരനായ ഫ്രാൻസിസ്കൻ ഗോയ എന്ന് പറയുന്ന ചിത്രകാരന പറഞ്ഞത്, യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ രേഖ എന്നൊരു സാധനമില്ല. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു മരം വരയ്ക്കുകയാണെങ്കിൽ മരത്തിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഔട്ട്ലൈൻ രേഖ അവിടെ ഉണ്ടോ? വീടിന്റെ മുറി വരയ്ക്കുമ്പോഴത്തേക്ക് ഒരു ഭിത്തി രണ്ടാമത്തെ ഭിത്തിയുമായി ചേർന്ന മൂലം നമ്മൾ ഒരു വര വെച്ച് രേഖപ്പെടുത്തും. യഥാർത്ഥത്തിൽ അവിടെ ഒരു വരയില്ല, പകരം രണ്ട് ഭിത്തികൾ ചേരുകയാണ് ചെയ്യുന്നത്. ഒരു കൈ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഔട്ട്ലൈൻ വരയ്ക്കും, പക്ഷെ നമ്മളുടെ കയ്യിൽ നോക്കിയാൽ അതിന്റെ ഔട്ട്ലൈൻ ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ രേഖകൾ എന്ന് പറയുന്ന സാധനം ഒരു തോന്നൽ മാത്രമാണെന്നാണ് ഫ്രാൻസിസ്കൻ ഗോയ പറയുന്നത്. പക്ഷെ എന്നാൽ ഒരു തലത്തെ മറ്റൊരു തലത്തിൽ നിന്ന് വേർതിരിക്കുന്ന രീതിയിൽ നമ്മൾ രേഖകൾ ഉപയോഗിക്കാറുണ്ട്. ഏതൊക്കെ രേഖകൾ ഉപയോഗിക്കാറുണ്ട്? നമുക്കറിയാം, മെലിഞ്ഞ തിൻ ലൈൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, തിക്കായിട്ടുള്ള വരകൾ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ലംബമായ രേഖകൾ ഉപയോഗിക്കാറുണ്ട്, വെർട്ടിക്കൽ ലൈൻസ് ഉപയോഗിക്കാറുണ്ട്, ഹോറിസോണ്ടലായ തിരശ്ചീനമായ രേഖകൾ ഉപയോഗിക്കാറുണ്ട്, സിക്സാഗ് രീതിയിലുള്ള രേഖകൾ ഉപയോഗിക്കാറുണ്ട്, കേർവട്ട് ലൈൻസ് വളഞ്ഞ വരകൾ ഉപയോഗിക്കാറുണ്ട്, കുത്തി വരയ്ക്കുന്ന പോലെ ഒരു നിയന്ത്രണവുമില്ലാത്ത രേഖകൾ ഉപയോഗിക്കും. ഇപ്രകാരം വ്യത്യസ്തമായ ഈ രേഖകളൊക്കെ ചേർന്നിട്ടാണ് ചിത്രങ്ങൾ രൂപപ്പെടുന്നതെന്ന് പറയപ്പെടുന്നു. ത്രിമാനത, 3D എന്ന് നമ്മൾ 3 ഡയമെൻഷൻ എന്ന് സാധാരണ പറയാറുണ്ട്. എന്താണ് 3D? നീളവും വീതിയും മാത്രമുള്ള ഒരു പ്രതലത്തിൽ ദൂരം കാണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ചിത്രം നോക്കിയിട്ട് നല്ലൊരു റെയിൽവേ ലൈനിന്റെ ചിത്രം 1 കിലോമീറ്റർ ദൂരം വരെ പിറകിലേക്ക് കാണാം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ 1 കിലോമീറ്റർ പോയിട്ട് 1 മില്ലിമീറ്റർ ഉണ്ട്, ആ പേപ്പറിന്റെ തിക്നെസ് മാത്രമായിരിക്കും അതിന്റെ ദൂരം ഉണ്ടാകും, പക്ഷെ നമുക്ക് ദൂരം തോന്നിക്കും. അപ്പോൾ ചിത്രം എന്നത് നീളവും വീതിയും മാത്രമുള്ള ഒരു പ്രതലത്തിൽ അതിൻ്റെ ദൂരം അഥവാ അതിൻ്റെ ഘനവും കൂടെ കാണിക്കുന്നതിനെയാണ് ചിത്രീകരിക്കുക എന്ന് പറയുന്നത്. അതിന് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക്? ചില ചിത്രങ്ങൾ കണ്ടാൽ നല്ല ഉരുണ്ടു പോരിക്കുന്ന പോലെ നോക്കും, നമുക്ക് പേപ്പറിൽ നിന്ന് അതിങ്ങനെ മുമ്പോട്ട് തള്ളിയിരിക്കുന്നതായിട്ട് 3D. അതിനെന്തൊക്കെയാണ് സഹായിക്കുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിഴലും വെളിച്ചവുമാണ്. ഒരു വസ്തുവിൽ വീഴുന്ന നിഴലിന് ആനുപാതികമായി അതിൽ ഷെയ്ഡും പതന നിഴൽ, ഫാറ്റ് ഷാഡോയും ഉണ്ടാവും. സ്വാഭാവികമായി ഒരു വസ്തുവിനെ വരയ്ക്കുകയും അതിൻ്റെ ഒരു വശത്തു നിന്ന് വെളിച്ചം വരുന്നതായി നമ്മൾ തീരുമാനിച്ചിട്ട് ആ വെളിച്ചത്തിനനുസരിച്ച് അതിൻ്റെ നിഴലും പതന നിഴലും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം സ്വാഭാവികമായിട്ടും ഉരുണ്ടതായി 3D ആയി തോന്നും. ഒരു ത്രിമാന വസ്തുവിൻ്റെ മുകളിൽ സ്വാഭാവികമായി വെളിച്ചം പതിയുമ്പോൾ ഇരുട്ടായ ഭാഗങ്ങൾ വ്യത്യസ്ത കടുപ്പങ്ങളിൽ, വ്യത്യസ്ത ടോണുകളിൽ ഉണ്ടാവും. പൂർണ്ണ വെളിച്ചത്തിൽ നിന്നും പൂർണ്ണ ഇരുട്ടിലേക്കുള്ള വർണ്ണ വ്യത്യാസത്തെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും അതിനെ അതേപോലെ അതിൻ്റെ ടോണുകൾ കൃത്യമായി പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ രേഖകൾ മാത്രമായി തോന്നുന്ന ഒബ്ജക്റ്റുകൾ ഷെയ്ഡ് വന്നിട്ട് അതിങ്ങനെ 3D ആയി ഉയർന്നു നിൽക്കുന്നത് പോലെ തോന്നും. അതൊരു തോന്നിപ്പിക്കൽ മാത്രമാണ്, അല്ലാതെ വസ്തു ഒരിക്കലും അതിൽ ഉയർന്നു നിൽക്കുന്നില്ല. അത്തരത്തിൽ നീളവും വീതിയും മാത്രമുള്ള ഒരു വസ്തുവിനെ ഷെയ്ഡ് ചെയ്ത്, വെളിച്ചത്തിൻ്റെ നീളനും അനുസരിച്ച് ഷെയ്ഡ് ചെയ്ത്, ഷാഡോ ചെയ്ത് അതിനെ ഉയർന്നു നിൽക്കുന്നതായി തോന്നുന്നതിനെയാണ് ത്രിമാനത അഥവാ 3D എന്ന് പറയുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ നൽകുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജിലായിട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കമൻ്റായിട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഏതെങ്കിലും ഭാഗങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തു തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ വൃത്തിയായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി.